ഇന്നത്തെ ഉന്നതികളിൽ നിന്ന് കുടുംബങ്ങളെ ബോട്ടുകളിൽ പുറത്തെത്തിക്കാനുള്ള ശ്രമം, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് ഉന്നതികളിൽ പെട്ടുപോയ കുടുംബങ്ങൾ, നമുക്കറിയാം വെള്ളത്തിനടിയിലായിട്ടുള്ള റോഡാണ്. ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എത്ര കുടുംബങ്ങളാണ് അവിടെ അകപ്പെട്ടത്? അവരെ ഇപ്പൊ എത്ര പേരെ പുറത്തെത്തിക്കാൻ കഴിയുന്നു? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹലോ ഹലോ റോഷ്നി, കേൾക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു ബോട്ട് വരുന്നത് കാണാം. ഇത്തരത്തിലുള്ള 2 ബോട്ടുകൾ എത്തിച്ചാണ് ഈ ആദിവാസി ഉന്നതിയിലെ ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇത് രണ്ടാമത് എത്തിച്ച ബോട്ടാണ്. ആ ബോട്ടിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ജീവനക്കാരാണ്. അവർ കൂടുതൽ ഫയർഫോഴ്സ് ജീവനക്കാർ ഇപ്പോൾ എതിർഭാഗത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് ആളുകൾ ആ മേഖലയിലേക്ക് ആദ്യം പോയിരുന്നു. അവരിപ്പോൾ അവിടെ നിന്ന് എതിർഭാഗത്തുള്ള ആദിവാസി ഉന്നതിയിൽ നിന്ന് കൂടുതൽ ആളുകളെ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന 2 കുടുംബങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് രണ്ടാമത് ഫയർഫോഴ്സ് എത്തിച്ച ഒരു ബോട്ടാണ്. ഈ ബോട്ടിൽ മറ്റാളുകളെ കൂടി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എതിർഭാഗത്തുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഫയർഫോഴ്സിൻ്റെയും ഒപ്പം സിവിൽ ഡിഫൻസിൻ്റെ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ സേഫായി എടുത്തു വെച്ചതിന് ശേഷം അവരെന്താക്കുള്ളൂ ബോട്ട് കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് തന്നെ അവരെ കൂട്ടാൻ വേണ്ടി റിട്ടേൺ പോകണം വീണ്ടും. റോഷ്നി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഈ മേഖലയിൽ എത്തിയത്. അവർ ആ എതിർഭാഗത്തുള്ള കൈപ്പട്ടിക്കടവ് ഉന്നതിയിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായി പോയതാണ്. എന്താ സാർ ഇപ്പോൾ പറയുന്നത്? എത്ര പേരുണ്ട്? അവരിപ്പോൾ അവർ വരാൻ തയ്യാറാണ്? അവിടെ അവരെ റിസോർട്ടിലേക്ക് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അവരെ സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് പശുക്കൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വൈക്കോലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. കുടുങ്ങി കിടക്കുന്ന ബാക്കി ആളുകൾ എത്ര പേരിപ്പോൾ 2 കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആദിവാസി ഉന്നതിയിലുള്ളവർ, അവരെ മാറാൻ തയ്യാറാണ്? നമ്മൾ ടീം അങ്ങോട്ട് പോയിക്കുന്നത്, കുറച്ച് ടീം അങ്ങോട്ട് പോയിക്കുന്നത്. അവർ ഇങ്ങോട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങോട്ട് വയർലെസ്സിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിസോർട്ടിൽ എത്ര ആളുകളുള്ളത്? റിസോർട്ടിൽ എത്ര ഞങ്ങൾ അങ്ങോട്ട് എത്തിയില്ല. നമ്മൾ ടീം അങ്ങോട്ട് പോയിക്കുന്നത്. നമ്മളിത് ഇവിടെ വെച്ചിങ്ങനെ അങ്ങോട്ട് ടീം അങ്ങോട്ട് പോയിക്കുന്നത്. ഇപ്പം കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് വൈക്കോൽ എത്തിക്കണം പശുവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വൈക്കോൽ എത്തിക്കാൻ വേണ്ടിയാണ് 2 ടീമിനെ, ഒരു ടീമിനെ ഇറക്കി അടുത്ത ടീമിനെ കൊണ്ടുപോകാം. എന്തായാലും പുറത്തേക്ക് അവർ വരാൻ തയ്യാറാണ്? തയ്യാറാണ്. റോഷ്നി, ഫയർഫോഴ്സ് ജീവനക്കാരാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇവർ നേരത്തെ 2 ബോട്ടുകളിലായിട്ട് അങ്ങോട്ട് പോയിരുന്നു. ഒരു ബോട്ടിൽ അവിടെയുള്ള കന്നുകാലികൾക്ക് ഉൾപ്പെടെ തീറ്റ കൊടുക്കുവാൻ വേണ്ടി അവർ സഹായം ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബോട്ടിൽ അവിടെയുള്ള ആളുകളെ, നേരത്തെ ഞാൻ പറഞ്ഞ ആദിവാസി ഉന്നതിയിലുള്ള ആളുകളെ അടക്കം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ സാധനങ്ങൾ, അവരുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ എടുത്ത് ഭദ്രമാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. റോഷ്നി, നിലവിൽ എന്തായാലും പിണങ്ങോട് നിന്നുള്ള രക്ഷാപ്രവർത്തന ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉന്നതിയിൽ പെട്ടുപോയ ആളുകളെ, കുടുംബങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്.